അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇത്ത എവിടുന്ന ഈ വീഡിയോ ചെയ്യണത്? ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയല്ലോ. അത് ഞാൻ പതിയെ പറഞ്ഞുതരാം. ഇത് മാർവാസിൻ്റെ കമ്പനി ആയിട്ട് രൂപീകരിച്ച ബിൽഡിങ്ങിൽ ഇരുന്നിട്ട്, അതായത് അവിടെ ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഇവിടുന്നാണ് ഞാനിപ്പോൾ എൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്, പിന്നെ അതിന് മുന്നായിട്ട് ഒരുവിധം ഓൾമോസ്റ്റ് കുറച്ച് ആളുകൾക്കൊക്കെ ബയോട്ടിൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ യൂസേജ് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഞാൻ പറയാം. വെയിറ്റ് ലോസിനാണ് ആഗ്രഹിക്കുന്നത് വരുന്നുണ്ടെങ്കിൽ 6-7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 1.5 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ പൊടി എടുത്തിട്ട് നിങ്ങൾ കുറച്ച് വെള്ളത്തിൽ അത് കുറുക്ക് പോലെ ഒരു 5 മിനിറ്റ് വേവിച്ചിട്ട് സ്മൂത്തി ആയിട്ട് കഴിക്കുക. പഞ്ചസാരയോ പാലോ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. പിന്നെ രാത്രി നിങ്ങൾ ഡിന്നർ കഴിക്കേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. പിന്നെ വെയിറ്റ് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പറ്റുമെങ്കിൽ ജാഗരി ആഡ് ചെയ്യുന്നതാണ് ബെറ്റർ, അതായത് ശരീരത്തിന് നല്ല കേട്ടോ. ആഡ് ചെയ്തിട്ട് 1.5 സ്പൂൺ ഇതുപോലെ പാല് കുറുക്കി 5 മിനിറ്റ് കുറുക്കി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിന്നറിന് ശേഷം കഴിക്കുക. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം വെയിറ്റ് ഗെയിനും ഇത് ഹെൽപ്പ് ചെയ്യും. ഹോർമോണൽ ഇംബാലൻസ് പോലുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെയൊക്കെ തന്നെ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരുപാട് പേര് എന്നോട് വാങ്ങിച്ച് യൂസ് ചെയ്തവരെ എന്നോട് പറയുന്ന കാര്യമാണ്, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടൂടെ. ഞാൻ എന്താ പറയുക, ഇങ്ങനെ ഒരു പുഴു ഉണ്ടല്ലോ ഇങ്ങനെ പോകുന്നത്, അതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഓടുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇപ്പം എൻ്റെ മോൻ അവിടെ എൻ്റെ കൂടെ ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുത്താലോ എന്നുള്ളൊരു തുടങ്ങി. അപ്പോൾ ഇവിടെ വന്നത് സിറം പാക്കേജിങ്ങിനാണ്. ഓക്കെ, ഇന്ന് ലീവാണ്. അപ്പോൾ വർക്കേഴ്സ് എനിക്ക് എല്ലാവരും വന്നിട്ടില്ല. ഓക്കെ, ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെക്സ്ചറിലാണ് ഇനി മാർവാസിൻ്റെ സീഡ് ഷാമ്പു എല്ലാവർക്കും എത്തുക. കണ്ടോളൂ കേട്ടോ, കാണുന്നുണ്ടോ? ഓക്കെ, നല്ലോണം കാണുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഓക്കെ. ഇത് നമുക്ക് 180 ml ആണ് നമ്മളിത് കൊടുക്കുന്നത്. 180, 200 ഉണ്ടാവും, കാരണം ഞാൻ കംപ്ലീറ്റ് ഫില്ല് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് 270 റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഒരു വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷാമ്പു ധൈര്യമായിട്ട് മക്കൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇടുന്നത് സീഡ്സുകളാണ്. അതുപോലെ തന്നെ മുടി കറുക്കാനായാലും നിങ്ങൾക്ക് മുടി സ്മൂത്ത് ആവാനും എല്ലാത്തിനും നിങ്ങൾക്ക് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന ഇതൊന്നും കൂടെ ഞാനൊന്ന് ഒന്നും കൂടെ ബെറ്ററായിട്ട് ഞാൻ ഇതിൻ്റെ ബേസൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റത്തെ അതേ ഷാമ്പു അതേ ഇൻഗ്രീഡിയൻസിലാണ്. ഞാനിതിൽ എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജ്, ഇതിലെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ ഇത് കോണ്ടാക്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ എല്ലാ പ്രോഡക്ട്സിൻ്റെ സ്റ്റിക്കറും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എത്തുന്നവർക്കൊക്കെ അത് കാണുമ്പോൾ മനസ്സിലാവും, കൺഫ്യൂസ്ഡ് ആവേണ്ട. പ്രോഡക്റ്റ് ഒന്ന് തന്നെയാണ്, ജസ്റ്റ് പാക്കേജിങ് ഞാനൊന്ന് ചേഞ്ച് വരുത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുടെ യെസ് യു ക്യാൻ, ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഈ ഷാമ്പൂ എന്നല്ല, ഏത് ഷാമ്പൂ ആയാലും പേഴ്സണൽ സജഷൻ, നിങ്ങൾ തലയിൽ എണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ഒരു ജസ്റ്റ് വാട്ടർ വാഷ് ആണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ആൻഡ് മോർ ഓവർ ഡെയിലി ഷാമ്പു യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് മാർവാസിൻ്റെ ഷാമ്പു നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് അതായത് ഹെയർ നിങ്ങൾ ഡെയിലി വാഷ് ചെയ്യുന്നത് എന്നാണ്. ഡെയിലി വാഷ് ചെയ്യേണ്ട സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അതല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ വീക്ക്ലി 2 തവണ മാത്രം ഹെയർ വാഷ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനായാലും ഹെയറിനായാലും സ്കാൽപ്പിനായാലും നിങ്ങൾക്ക് നല്ലത്. ഇത് ഒരുപാട് ഡോക്ടേഴ്സ് തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹെയർ ഓയിലും ഷാമ്പും കൂടെ ഒരുമിച്ചെടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് പകുതിയെ ഞാൻ ഈടാക്കുന്നുള്ളൂ കേട്ടോ. കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ കൊറിയർ ചാർജ് 60 ഉള്ളത് 30 രൂപയായിട്ട് നമ്മൾ ഈടാക്കുന്നുള്ളൂ. പിന്നെ മാർവാസിൻ്റെത് ചിലർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് മാർവാസ് ഷാമ്പൂ എന്ന് കൊടുക്കുന്നതിന് പകരം സീഡ് ഷാമ്പൂ എന്ന് കൊടുക്കുന്നത്? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഷാമ്പൂ ആണ് മാർവാസിൻ്റെത്. അത് നിങ്ങളിപ്പോൾ നമ്മൾ പറയല്ലോ, മുട്ട നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ചിട്ട് കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഫാളിന് നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് കാണാം. അതെന്തുകൊണ്ടാണ്
അതുകൊണ്ടാണ് പ്രോട്ടീൻ റിച്ച് ആണ് നമ്മളുടെ മുട്ട, കോഴിമുട്ട പ്രോട്ടീൻ റിച്ച് ആണ്. സോ സീഡ്സുകൾ ഇപ്പം നമ്മളുടെ ഫ്ലാക്സ് സീഡ് ആയാലും അതുപോലെ വൈറ്റ് സീസമേ സീഡ് ആയാലും പംകിൻ സീഡ് ആയാലും സൺഫ്ലവർ സീഡ് ആയാലും ഇതൊക്കെ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഹെയറിന് നല്ല സാധനം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇട്ട് വരുന്ന ഷാമ്പൂ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് നിങ്ങളെ കാണിക്കും. പിന്നെ താരനുള്ളവർക്ക് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോട് 100% ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് മാർവാസിൻ്റെ സീഡ് ഷാമ്പു. ഒരു ഡൗട്ടും കൂടാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു, എനിക്ക് 2 വയസ്സുള്ള കുട്ടിയുണ്ട്, അതിന് വേറെ ഷാമ്പു വേണ്ട, അല്ല ഇത് ഒന്നും വേണ്ട. നിങ്ങളുടെ ഭർത്താവായാലും നിങ്ങളിപ്പോൾ ഭർത്താവായിട്ട് ഭാര്യക്കായാലും നിങ്ങളുടെ മൊത്തം ഫാമിലിക്ക് ഈ ഒരു ഷാമ്പു തന്നെ മതി. ഏത് ടൈപ്പ് സ്കാൾപ്പും ആയിക്കൊള്ളട്ടെ, ഏത് പ്രായക്കാരും ആയിക്കൊള്ളട്ടെ, ആർക്കായാലും നിങ്ങൾക്ക് ഈ ഒരു ഷാമ്പു മാത്രം മതി. ഇതിൻ്റെ വിലയാണ് ഞാൻ ആദ്യം പറഞ്ഞു, 270 ആണ് വരുന്നത്. പിന്നെ ഫോർ ആൾ ഏജസ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് മോർ ദാൻ 6 months ആണ്. അത് ഞാൻ കൊടുത്തിരിക്കുന്നതിന്റെ കാരണം 6 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് തന്നെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ലാബിൽ ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ മോൻ ഈ ഷാമ്പു ആണ് ഒരു 8 മാസമായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിലും അവർ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് അങ്ങനെ യൂസ് ചെയ്യും. ചിലർക്ക് പേടിയാണ്, അല്ലോ 7-8 മാസമായിട്ടുള്ളൂ ഷാമ്പു യൂസ് ചെയ്യാവോ എന്നുള്ളത്. അങ്ങനെ പേടിയുള്ളവരോടാണ് 1 വയസ്സിന് മുകളിൽ യൂസ് ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മാർവാസിൻ്റെ സീഡ് ഷാമ്പു ഒരുപാട് റിവ്യൂസ് ഉണ്ട്. ഈ റിവ്യൂസ് ഇങ്ങനെ ഇടുമ്പോൾ ചില കസ്റ്റമേഴ്സ് എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. റിവ്യൂസ് ഒക്കെ ജെനുവിൻ ആണോ എന്ന് ചോദിച്ചിട്ട്, എന്തിനാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിവ്യൂസ് വരെ ജെനുവിൻ അല്ലാതെ ഞാൻ ഇടുന്നത്? വാങ്ങിച്ച് യൂസ് ചെയ്തവർക്കറിയാം. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, വാങ്ങിച്ച് യൂസ് ഞാൻ റിവ്യൂസ് ഇടുന്നത് നിർത്തി. വാങ്ങിച്ച് യൂസ് ചെയ്തവർ താഴെ കമന്റ് ഇടുക. അത് ഒരാളായാലും ഇപ്പൊ 100 പേര് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 100 പേർക്കും റിസൾട്ട് ഉണ്ടെങ്കിൽ 100 പേര് കമന്റ് ഇടുന്നവരായിരിക്കില്ല. ചിലപ്പോൾ 5-6 പേരെ കമന്റ് ഇടുള്ളൂ. എന്നാലും നിങ്ങളുടെ കമന്റ്സ് എനിക്ക് വാല്യുബിൾ തന്നെയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ കഴിയുന്നവരൊക്കെ കമന്റ്സ് ഇടുക. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മേക്കപ്പ് ഇടാത്ത, ഇപ്പോഴും മേക്കപ്പ് ഇട്ടിട്ടില്ല. എൻ്റെ ബ്രദർ പറഞ്ഞു, എന്താണ് നീ അങ്ങനെ തന്നെ അങ്ങ് വീഡിയോ ചെയ്തോ, എന്തിനാണ് വെറുതെ. ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ മേക്കപ്പ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇടാറില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒന്ന് ഐബ്രോ ഫില്ലിങ് ചെയ്യും. ജസ്റ്റ് ഒന്ന് എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാണ് ഡീപ്പ് റെഡ് ലിപ്സ്റ്റിക്, അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. ഇനി നീ അതൊന്നും ഇടാതെ തന്നെ നിന്റെ നാച്ചുറൽ തന്നെ നീ വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നത്. ഇപ്പം എനിക്ക് അതിനുള്ള സാധനങ്ങൾ കയ്യിലില്ല. സോ ജസ്റ്റ് നിന്നു തട്ടങ്ങ് കുത്തി വീഡിയോ ഇടാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. ഏത് പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും മാർവാസിന്റെ അല്ല ഏത് ബ്രാൻഡും നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സ്കിൻ കെയറും ഹെയർ കെയറും നോക്കുകയാണെങ്കിൽ പോലും എന്തുണ്ട്, സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. സന്തോഷമായിട്ടിരിക്കുക. ചുറ്റുള്ളവർ എന്തും പറയട്ടെ, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്, നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ കൈകളിലാണ്. മുന്നോട്ട് തന്നെ പോവുക. പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയാനുള്ളത്, ആരും എപ്പോഴും കൂടെ ഉണ്ടാകും. ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കാതെ സ്വയം കാലിൽ നിൽക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടാണ്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളെ നോക്കണം, കൂടെ ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.